ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. ആർക്ക് ഓഫ് പ്രൊഫസിയുടെ റെവലേഷൻ സ്റ്റഡി സീരീസിലേക്ക് കർത്താവ് യേശു ക്രിസ്തു നമ്മൾ നാമത്തെ എല്ലാവരും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നമ്മൾ എപ്പിസോഡ് 18 നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സീൽഡ് സ്ക്രോൾസ് പാർട്ട് 2. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടിയങ്ങളുടെ പാത്രമായിട്ട് പിതാവേ, ഇന്നലെ അടിയങ്ങൾ പഠിച്ചതുപോലെ പിതാവെ ആ പുസ്തകത്തെക്കുറിച്ച് ഇനിയും കൂടുതൽ അടിയങ്ങൾ ധ്യാനിക്കാനും മനസ്സിലാക്കാനും പോകുന്നു. പിതാവെ, അത് അടിയങ്ങളുടെ ഹൃദയത്തിൽ എഴുതുവാനും ഇതിൽ പറഞ്ഞിരിക്കുന്ന സത്യത്തെ അടിയ ഹൃദയത്തിൽ ഒരു സ്വാധീനം ചെലുത്തുവാനും കൃപ പ്രാർത്ഥിക്കുന്നു. വെളിപ്പാട് 5 കൂടുതൽ വെളിച്ചം അടിയങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കാണ് പ്രാർത്ഥിക്കുന്നു. അവർ ഇതിൽ തൃപ്തരാകാതെ കൂടുതൽ ഇതിൽ പഠിക്കാൻ ആഗ്രഹിച്ച് കൂടുതൽ തിരുവചനത്തെ തേടാനും അവരെ സഹായിക്കണമെന്ന് ഞാൻ മറിച്ച എല്ലാ കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ഇന്നലെ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞത് ഡിസർവേഴ്സിൻ്റെ ഒരു കോട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ചിന്തിച്ചു ആ പുസ്തകം എന്താകുന്നു ആ പുസ്തകം. അതിൽ ദൈവത്തിൻ്റെ കരുതലിൻ്റെ ചരിത്രമുണ്ട്. ഹിസ്റ്ററി ഓഫ് ഗോഡ്സ് പ്രൊവിഡൻസ്. അതിൽ അവൻ്റെ അരുളപ്പാടുകളുണ്ട്, അവൻ്റെ കൽപ്പനകളുണ്ട്. ഹിസ്റ്ററി ഓഫ് നേഷൻ, ദേശങ്ങളുടെ ചരിത്രമുണ്ട്. എവിടെ മുതൽ ഇതെല്ലാം മനുഷ്യൻ്റെ മുഴുവൻ കാര്യങ്ങളും അതിലുണ്ട്, ആരംഭം മുതൽ അവസാനം വരെ. ആ പുസ്തകം തുറക്കാൻ ആരുമില്ലായിരുന്നു. പിന്നെ നമ്മൾ വേറെ ഒരു കാര്യം പഠിച്ചു. ഡിസയർ ഓഫ് ഏജസിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചു. അതിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഗോഡ്സ് ബുക്ക് ഓഫ് പ്രൊവിഡൻസ്, ദൈവത്തിൻ്റെ കരുതലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ അതിനു മുൻപ് ഈ കഴിഞ്ഞ എപ്പിസോഡ് ആദ്യത്തിൽ തന്നെ പ്രാർത്ഥിച്ചു. അതിൽ നമ്മൾ വായിച്ചു മനസ്സിലാക്കിയ ഒരു കോട്ടിൽ നിന്നും ഈ യഹോവയുടെ കയ്യിലുള്ള ഈ പുസ്തകം അതൊരു ബുക്ക് ഓഫ് പ്രൊവിഡൻസ് കൂടെയാണ്, അല്ലെങ്കിൽ കരുതലിൻ്റെ പുസ്തകമാണ്. നമ്മൾ നേരത്തെ ഇന്നലെ വായിച്ച ഡിസർവേലിൻ്റെ കൊട്ടേഷൻ അനുസരിച്ച് ഈ കരുതലിൻ്റെ പുസ്തകത്തിൽ എന്തുണ്ട്? നമ്മളെക്കുറിച്ച് ഓരോ വ്യക്തിയെക്കുറിച്ച് ഓരോ പേജുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു? അതിനു മുൻപ് നമ്മൾ ചിന്തിച്ചത് യോഹന്നാൻ എന്തുകൊണ്ട് കരഞ്ഞു എന്നുള്ളതാണ്. യോഹന്നാൻ കരയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. കാരണം അതിൽ എല്ലാ ഡെസ്റ്റിനി ഓഫ് എവരി നേഷൻ വാസ് കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ് ബുക്ക്. എല്ലാ ദേശങ്ങളുടെയും അവസാനം എന്താകും, അവരുടെ ഭാവി എന്താകും എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. അതിൽ ആരുൾപ്പെടും? യോഹന്നാൻ ഉൾപ്പെടും. ആരുൾപ്പെടും? ദൈവത്തിൻ്റെ ജനം ഉൾപ്പെടും. അതുകൊണ്ട് യോഹന്നാൻ കരഞ്ഞു. അതേപോലെ അന്ന് പീലാത്തോസിന് മുമ്പിൽ ക്രിസ്തുവിൻ്റെ രക്തം ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ മക്കളുടെ മേൽ വീഴട്ടെ എന്ന് പറഞ്ഞ ആ കാര്യത്തിൻ്റെ റെക്കോർഡ്, രേഖയും അവർക്ക് വരാൻ പോകുന്ന ന്യായവിധിയും ഈ പുസ്തകം തുറന്നാലേ സാധിക്കുമെന്ന് നമ്മൾ വായിച്ചു. ഇത്രയാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഇനി നമുക്ക് തുറന്ന് ചിന്തിക്കാം. ആ ഒന്നാമത്തെ വാക്യത്തെ നമ്മൾ കണ്ടു, അകത്തും പുറത്തും എഴുത്തുള്ളത്. അതിൻ്റെ താല്പര്യം എന്താകുന്നു എന്ന് പറയുമ്പോൾ ഇനി അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ഒരു സ്ഥലവുമില്ല, ഒരു ഇടവുമില്ല. നോ സ്പേസ് ഫോർ മോർ റൈറ്റിംഗ്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി ഇനി കൂട്ടേണ്ടയോ കുറയ്ക്കേണ്ടയോ ആവശ്യം ഇനി ഇല്ല. അർത്ഥമാണ്. ഇനി നമ്മൾ ഈ പുസ്തകത്തിൻ്റെ വേറൊരു സ്വഭാവത്തെ നമുക്ക് ചിന്തിക്കാം. നമ്മൾ എപ്പോഴും വെളിപ്പാട് പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഴയ നിയമമായിട്ട് എപ്പോഴും ഇത് താരതമ്യം ചെയ്യണം. വേദപുസ്തകത്തിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇതേപോലെ ഒരു മുദ്രയായിട്ടൊരു പുസ്തകം കാണാൻ സാധിക്കും. അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. യെരമ്യാവിൻ്റെ പുസ്തകം 32 അധ്യായം 6 മുതൽ 14 വരെ വാക്യങ്ങൾ. യെരമ്യാവിൻ്റെ പുസ്തകം 32 അധ്യായം 6 മുതൽ 14 വരെ വാക്യങ്ങൾ. യിരെമ്യാവ് പറഞ്ഞത്, യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, നിന്റെ ഇളയപ്പനായ ശലൂമിൻ്റെ മകൻ ഹനമയേൽ നിന്റെ അടുക്കൽ വന്നു, അനഥോത്തിലെ എൻ്റെ നിലം മേടിച്ചു കൊള്ളുക, അത് മേടിപ്പാൻ തക്കവണ്ണം വീണ്ടെടുപ്പിൻ്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും. അപ്പോൾ ഇവിടെ യഹോവ പറയാണ്, എന്തുവരും ശലൂമിൻ്റെ മകനെ ഹനമേൽ നിന്റെ അടുക്കൽ വന്ന്, അനഥോത്തിലൊരു സ്ഥലമുണ്ട്, അത് വാങ്ങുവാനും അതിൻ്റെ വീണ്ടെടുപ്പുകാരനും. പഴയ നിയമത്തിൽ ഈ സ്ഥലങ്ങളുടെ ക്രയവിക്രയങ്ങളിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, വീണ്ടെടുക്കുക അല്ലെങ്കിൽ റിഡീം. വീണ്ടെടുപ്പ് എന്നുള്ള വാക്ക് നമ്മൾ ഏതിലേക്കാണ് നമ്മളെ ചൂണ്ടിക്കാട്ടുന്നത്? മനുഷ്യൻ്റെ വീണ്ടെടുപ്പാണ്. പഴയ നിയമത്തിൽ എല്ലാം നിഴലായിട്ടും പ്രതീകാത്മകങ്ങളുമായിട്ടാണ് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ റൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ
ബോവാസും റൂത്ത് തമ്മിൽ ബന്ധം നമുക്കറിയാം. അവർ ചാർച്ചക്കാരായതുകൊണ്ട് ബോവാസാണ് റൂത്തിനെ വിവാഹം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ വീണ്ടെടുക്കാനുള്ള അവകാശം വിവാഹം കഴിക്കാൻ ആദ്യം ഒരാൾക്ക് കൂടെ ഉണ്ടായി. നമുക്ക് ആ കഥ എങ്ങനെ പോകും നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഉള്ളത് ബോവാസാണ്. റൂത്ത് യഥാർത്ഥത്തിൽ അത് ഒരു നിഴൽ രൂപമാണ്. റൂത്ത് കാണിക്കുന്നത് പുതിയ നിയമസഭയാകും. അത് വേറെ പഠനമാണ്. ഞാൻ അത് സിംബോളിക്കലാകുന്നു എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ. റൂത്ത് കാണിക്കുന്നത് പുതിയ നിയമസഭയും, ബോവാസ് ഒരു ക്രൈസ്റ്റിൻ്റെ ടൈപ്പാകുന്നു, ക്രിസ്തുവിൻ്റെ ഒരു നിഴലാകുന്നു. എപ്പോഴും വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലം നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഇത്ര സമയം കൊണ്ട് വീണ്ടെടുത്തു കൊള്ളണം. കാരണം ഇത് എപ്പോഴും ഈ വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഇതിൽ കൂടി ദൈവം എന്ത് ചെയ്യാണ്? ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി നമുക്ക് വെളിപ്പെടുത്തി തരാണ്. അതേപോലെ ഒരു വീണ്ടെടുപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ സ്ഥലം വീണ്ടെടുക്കാൻ ആർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ? യെരമ്യാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ വായിച്ചത് യെരമ്യാവിന്റെ വചനം 32 അധ്യായം 6 മുതൽ 14 നമ്മൾ ഇപ്പോൾ വായിച്ചു തുടങ്ങിയതാണ്. ഇനി നമ്മൾ അതിൻ്റെ 8ഉം 9ഉം കൂടി നമുക്ക് വായിക്കാം. യഹോവ അരുളി ചെയ്തതുപോലെ എൻ്റെ ഇളയപ്പൻ്റെ മകൻ ഹനമയേൽ കാവൽപുരമുറ്റത്ത് എൻ്റെ അടുക്കൽ വന്നു. ബെന്യാമിൻ ദേശത്ത് അനാഥോത്തിലെ എൻ്റെ നിലം മേടിക്കണമേ, അവകാശം നിനക്കുള്ളതല്ലോ, വീണ്ടെടുപ്പും നിനക്കുള്ളത്, നീ അത് മേടിച്ചു കൊള്ളണം എന്ന് എന്നോട് പറഞ്ഞ് അത് യഹോവയുടെ അരുളപ്പാട് എന്ന് ഞാൻ ഗ്രഹിച്ചു. കാരണം യഹോവ പറഞ്ഞതുപോലെ നടന്നു. അപ്പോൾ യെരമ്യാവിന് മനസ്സിലായി അത് യഹോവയുടെ അരുളപ്പാടാകുന്നു. 9-ാം വാക്യം, അങ്ങനെ ഞാൻ ഇളയപ്പൻ്റെ മകൻ ഹനമേലിനോട് അനാഥോത്തിലെ നിലം മേടിച്ച് വില 17 ശെക്കെൽ വെള്ളി തൂക്കിക്കൊടുത്തു. 10-ാം വാക്യം ഇനി ശ്രദ്ധിക്കേണ്ട. ആധാരം എഴുതി മുദ്രയിട്ടു സാക്ഷികൾ കൊണ്ട് ഒപ്പിടിച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു. എന്നിട്ട് എന്ത് എഴുതി? ഇംഗ്ലീഷിൽ വായിക്കുന്ന ബുക്ക് എന്നാണ്, പക്ഷെ ഇവിടെ നമുക്കത് വ്യക്തമാക്കുന്നു ആധാരമാണ്, അല്ലെങ്കിൽ ടൈറ്റിൽ ഡീഡ്. വേറൊരു കമൻട്രീനെ കുറിച്ച് പറയുന്നത് ഈ പുസ്തകത്തെ ടൈറ്റിൽ ഡീഡാണ്, ആധാരമാണ്. മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അർത്ഥമാണ് കിട്ടുന്നത്. അതൊരു ആധാരമാണ്. ഈ ആധാരം വെളിപ്പാട് പ്രവചനം 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അതും മുദ്രയിടപ്പെട്ടതാണ്. അതിൽ സാക്ഷികളുടെ ഒപ്പമുണ്ട്. 11-ാം വാക്യം, ഇങ്ങനെ ന്യായവും പതിവും അനുസരിച്ച് മുദ്രയിട്ടിരുന്നതും തുറന്നതുമായ ആധാരങ്ങൾ ഞാൻ വാങ്ങി. അപ്പോൾ 2 തരം ആധാരങ്ങളുടെ ഉണ്ട്. 11-ാം വാക്യം അനുസരിച്ച് മുദ്രയിട്ടതും തുറന്നിരുന്നതും. മുദ്രയിട്ടത് അവർക്ക് സൂക്ഷിക്കാൻ, തുറന്നിരുന്ന സാക്ഷികൾക്ക് വേണ്ടിയുള്ളതാണ്. 12, 13, 14 ഇളയപ്പന്റെ മകനായ ഹനമയിലും ആധാരത്തിൽ ഒപ്പിട്ടിരുന്ന സാക്ഷികളും കാവൽപുരമുറ്റത്ത് ഇരുന്നിരുന്ന യഹൂദന്മാരൊക്കെയും കാണുകയും ആധാരം മഹസിയാവിന്റെ മകനായ നേർഖ്യാവിന്റെ മകൻ ബാരൂക്കിന്റെ പക്കൽ കൊടുത്തു. അവർ കേൾക്കെ ഞാൻ ബാരൂക്കിനോട് കൽപ്പിച്ചെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുദ്രയിട്ടിരിക്കുന്നതും തുറന്നിരിക്കുന്നതുമായ ഈ ആധാരങ്ങളെ മേടിച്ച് അവ ഏറെ കാലം നിൽപ്പാൻ തക്കവണ്ണം ഒരു മൺപാത്രത്തിൽ വയ്ക്കുക. ഞാൻ അവിടെ ആ സംഭവത്തെ അവസാനിപ്പിക്കാം. ഇവിടെ ഇതൊരു ടൈറ്റിൽ ഡീഡാണ്, ആധാരമാണ്. എന്തിൻ്റെ രേഖയാണ്? എങ്ങനെയാണ് ആധാരം? എന്തിന്? നമ്മൾ സ്ഥലത്തിൻ്റെ ക്രയ വിക്രയത്തിൻ്റെ രേഖയാണ് ആധാരം. ഇന്ന സ്ഥലം ഇന്ന വ്യക്തികൾക്ക് ഉള്ളതാണ്, ഇന്ന വ്യക്തിയിൽ നിന്ന് മറ്റേ വ്യക്തിയിലേക്ക് ഇത് കൊടുക്കുന്നു. പക്ഷെ ഈ വാങ്ങുന്നതിന്, ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ വാങ്ങുന്നതിന് ക്രയവിക്രയം അല്ലെങ്കിൽ ആധാരം എന്താകുന്നു? ഇന്ന വ്യക്തിയിൽ നിന്നും വേറെ വ്യക്തിയിലേക്ക് ഈ സ്ഥലം പോകുന്നു. ഈ സ്ഥലം മേടിക്കുന്നതിന് യെരമ്യാവിന്റെ പ്രവചനത്തിൽ ആദ്യ വാക്യം നമ്മൾ വായിച്ചത് എന്തായിട്ടാണ് വിളിക്കുന്നത്? വീണ്ടെടുപ്പ്, റിഡംഷൻ, രക്ഷിക്കുക. അതിന് യോഗ്യനായ വ്യക്തി, ആ യോഗ്യനായ വ്യക്തി അത് എന്ത് ചെയ്യുന്നു? മുദ്രയിടുന്നു. സാക്ഷികളുമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു പേര് കൂടി വിളിക്കാം, ഇറ്റ്സ് എ ബുക്ക് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിൻ്റെ പുസ്തകമാണ്. അതൊരു നിഴലാകുന്നു. ഇതിൻ്റെ പ്രതീകാത്മകമായിട്ട് കാണിക്കുന്നത് ഇത്. യെരമ്യാവ് പ്രതീകാത്മകമാണെങ്കിൽ അതിൻ്റെ ഒറിജിനലാണ് വെളിപ്പാട് പ്രവചനം 5-ാം അധ്യായം. അവിടെ യെരമ്യാവായിരുന്നുവെങ്കിൽ ഇവിടെ ക്രിസ്തു ആകുന്നു. ഇവിടുത്തെ ക്രയവിക്രയം എന്താകുന്നു? നമ്മൾ ഓരോരുത്തരാണ്. നമ്മളെ തിരുവചനം വ്യക്തമാക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? അവൻ്റെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതിൻ്റെ ആ ക്രയവിക്രയത്തിൻ്റെ ആധാരമാകുന്നു, ടൈറ്റിൽ ഡീഡാകുന്നു, ദ ബുക്ക് ഓഫ് റിഡംഷൻ ആകുന്നു, പിതാവിൻ്റെ കയ്യിലിരിക്കുന്നു.
നമ്മളെ വിലയ്ക്ക് വാങ്ങിയതിൻ്റെ ആധാരം. വാ, നമ്മളിങ്ങനെ നമ്മളാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് വീട്ടിൽ ആധാരമുണ്ടെങ്കിൽ നമ്മൾ അത് അലമാരിൽ സൂക്ഷിച്ച് വയ്ക്കും. കാരണം ആ സ്ഥലത്തിന് അത്രത്തോളം വിലയുണ്ട്. ആ സ്ഥലത്തേക്കാൾ ദൈവം നമുക്ക് വില കൊടുത്തുകൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ഒരു ആധാരത്തെയാണ് ഈ പുസ്തകം സൂചിപ്പിക്കുന്നത്. ആ പുസ്തകം അന്ന് എരമ്യാവിലാണെങ്കിൽ അതെങ്ങനെ എരമ്യാവ് അതിനെ വീണ്ടെടുത്തു. ഈ പുസ്തകത്തിൽ ക്രിസ്തു എങ്ങനെയാകുന്നു നമ്മളെ വീണ്ടെടുക്കാൻ പോകുന്നതിൻ്റെ പദ്ധതിയാണ് അതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇതിൻ്റെ ഒരു കോട്ട് പറയുന്നു. ഇവിടെ ഈ വാക്യത്തിൽ, ആ കോട്ട് ഞാൻ വായിക്കുന്നില്ല, വേറൊരു ബൈബിൾ കമൻട്രിയാണ് ഇത് പറയുന്നത്. ഇവിടെ 2 ആധാരങ്ങളുണ്ട്. ഈ വിൽക്കുന്ന വാങ്ങുന്നതിൽ 2 ആധാരമുണ്ട്. അതിലൊന്ന് മുദ്രയിടുന്നതും അത് മറ്റത് മുദ്രയിടാത്തതും. പക്ഷേ ഈ രേഖയ്ക്ക് ചെറിയ വ്യത്യാസമുള്ളത് വെളിപ്പാട് 5 കാണുന്നത് അകത്തും പുറത്തും എഴുതിയതാണ്. പക്ഷെ ഇവിടെ കാണുന്നത് അകത്ത് എഴുതി പുറത്ത് എന്ത് ചെയ്യുന്നു, അത് മുദ്രയിട്ടിരിക്കുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ ആധാരത്തെക്കുറിച്ചാണ്. അത് വേറൊരു ബുക്കിൽ നിന്നും എടുക്കുന്നത് നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ആ പുസ്തകം എന്താകുമെന്ന് മനസ്സിലാക്കി. ഇറ്റ്സ് എ ബുക്ക് ഓഫ് പ്രൊവിഡൻസ്. ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതിയാണ്. നമ്മളെ വീണ്ടെടുപ്പിൻ്റെ കരുതലിൻ്റെ, രാജ്യങ്ങളുടെ ചരിത്രം, രാജ്യങ്ങളുടെ ഭാവി, നമ്മളെക്കുറിച്ചുള്ളത്, നമ്മുടെ പ്രവൃത്തികൾ, നമുക്ക് വരുന്ന ന്യായവിധി, ഇതെല്ലാം പുസ്തകത്തിൽ ഉണ്ട്. ഇനി വെളിപ്പാട് പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. അപ്പോൾ ഇനി അടുത്ത സംഭവം എന്താണ്? ഈ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്നൊരു ശക്തനായ ദൂതൻ. ആരാകുന്നു ഈ ശക്തനായ ദൂതൻ? ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ദ സ്ട്രോങ് ഏഞ്ചലാണ്. നമ്മൾ ഇംഗ്ലീഷിൽ KJV വേർഷൻ എടുക്കുകയാണെങ്കിൽ ഈ ശക്തനായ ദൂതനെ കുറിച്ച് 2-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം. 2-ാം വാക്യത്തിൽ ശക്തനായൊരു ദൂതാകുന്നു എന്നൊരു പദമാണെങ്കിൽ ഉപയോഗിക്കുന്നത്, 5-ാം വാക്യത്തിൽ എൽഡർ അല്ലെങ്കിൽ മൂപ്പൻ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ KJV ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾക്കത് പരിശോധിക്കാം. അപ്പോൾ ഈ ശക്തനായൊരു ദൂതൻ ആരാകുന്നു? 24 മൂപ്പന്മാരിൽ ഒരു മൂപ്പൻ. വെളിപ്പാട് പ്രവചനത്തിൽ വേറെയും നമുക്ക് മൂപ്പന്മാർ യോഹന്നാനോട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. തുടരാം. ഇനി ഈ സംഭവത്തെക്കുറിച്ച് മാൻസ്ക്രിപ്റ്റ് റിലീസസ് എന്ന പുസ്തകത്തിൽ എന്ത് പറഞ്ഞു നോക്കാം. മാൻസ്ക്രിപ്റ്റ് റിലീസസ് വോളിയം 12 പേജ് 296. ഹിസ് സോൾ അല്ലെങ്കിൽ ജോൺ സോൾ, യോഹന്നാന്റെ ആത്മാവ് ആത്മാവിന്റെ മനസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, വാസ് ബ്രോട്ട് അപ്പ് ടു സച്ച് എ പോയിന്റ് ഓഫ് ആഗ്നി ആൻഡ് സസ്പെൻസ്. അവൻ്റെ മനസ്സ് അത്രത്തോളം വിഷമിച്ചു, അത്രത്തോളം തീ തിന്നു, കാരണം ആർക്കും തുറക്കാൻ സാധിക്കാത്തതുകൊണ്ട്. ദാറ്റ് വൺ ഓഫ് ദി സ്ട്രോങ് ഏഞ്ചൽസ് ഹാഡ് കമ്പാഷൻ അവന്. അത് ശക്തന് ഒരു ദൂതന് അവനിൽ കരുണ തോന്നി. ആൻഡ് ലേയിങ് എ ഹാൻഡ് ഓൺ ഹിം അഷ്വറിംഗ് ഹിംസെൽഫ്. അവൻ്റെ തോളിൽ കൈവച്ചു, തോളിലല്ല അവൻ്റെ മേൽ കൈവച്ചു. എന്നിട്ട് ഉറപ്പോടെ പറഞ്ഞു, വീപ് നോട്ട്. 5-ാമത്തെ വാക്യം, കരയരുത്. ഇതാ യഹൂദ ഗോത്രത്തിൻ്റെയും സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ ഈ പുസ്തകത്തെ തുറക്കാൻ ജീവിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ കരച്ചിലിന് ഉത്തരമായിട്ട് യോഹന്നാൻ നോക്കിയപ്പോൾ ആ സമയത്ത് ആരെയും കണ്ടില്ല. കർത്താവ് യേശു ക്രിസ്തു അവിടെ ഇല്ലായിരുന്നു. എന്തുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു അവിടെ? ആദ്യം എവിടെയൊക്കെ നോക്കി? സ്വർഗം, ഭൂമി, അടിയിലുള്ളത്, ഭൂമിയുടെ കീഴിലുള്ളത്. ഇവിടെ 3 ഈ ക്രിസ്തു ഇല്ലായിരുന്നു. ആദ്യം നോക്കിയപ്പോൾ അവനെ എന്ത് കാണാൻ സാധിച്ചു? ക്രിസ്തുവിനെ കാണാൻ സാധിച്ചില്ല. പിന്നെയാണ് ക്രിസ്തു 24 മൂപ്പരുടെ മധ്യേ സിംഹാസനത്തിനടുത്ത് ഈ 4 മൃഗങ്ങളുടെ അടുത്ത് കണ്ടത്. ഇതിനു മുൻപ് ഈ സീൻ കണ്ടതാകുന്നു. ആ സമയത്ത് ക്രിസ്തുവിനെ കണ്ടില്ല. പിന്നെയാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടത്. നമ്മളപ്പോൾ ചിന്തിക്കണം, അപ്പോൾ ക്രിസ്തു എവിടെയായിരുന്നു? ഭൂമിയിൽ നോക്കി ഇല്ലായിരുന്നു, സ്വർഗത്തിലില്ലായിരുന്നു, ഭൂമിയുടെ കീഴിലില്ലായിരുന്നു. കർത്താവ് യേശു ക്രിസ്തു അവൻ്റെ കല്ലറയിൽ ആയിരുന്നു. അവൻ മരണത്തിലായിരുന്നു. കാരണം വെള്ളിയാഴ്ച മുതൽ ശനിയാഴ്ച വരെ വിശുദ്ധ ശബത്ത് കൂടി എന്ത് ചെയ്യുന്നു? കർത്താവ് യേശു ക്രിസ്തു മരണക്കല്ലറയിലായിരുന്നു. ആ സമയത്താണ് ഇവിടെ നോക്കുന്നത്, ഈ പുസ്തകം തുറക്കാൻ ആരും ഇല്ല. അത് കുറച്ചുകൂടി ആഴത്തിലുള്ള പഠനമാണ്. പിന്നെ അവിടെ ചോദിക്കുന്നത്, ആർക്കാണ് ഈ പുസ്തകം തുറക്കാൻ യോഗ്യൻ? ആ സമയത്ത് സ്വർഗത്തിൽ വലിയൊരു നിശബ്ദത ഉണ്ടായി.
കാരണം ആർക്കും ഇത് തുറക്കാൻ യോഗ്യത ഇല്ലാത്തതുകൊണ്ട്. ഈ യോഗ്യത എന്താകുന്നു? അത് സ്വഭാവത്തിലും അവിടെ സ്ഥാനത്തിലുമാണ്. സ്ഥാനം ഒരു സൃഷ്ടിക്കപ്പെട്ട വ്യക്തികൾക്കും അല്ലെങ്കിൽ ഒരു സൃഷ്ടികൾക്കും ഇത് വായിക്കാനോ ഇത് തുറക്കാനോ സാധിക്കുകയില്ല. ദൈവം എന്ത് ചെയ്യുന്നു? അത് തന്നോട് തന്നെ അത് ഒളിപ്പിച്ച് വെക്കുന്നില്ല. പക്ഷേ അത് അവൻ്റെ കരുത്തിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും എടുക്കാം. പക്ഷേ വേറെ ആരും എടുക്കാൻ യോഗ്യൻ അല്ലായിരുന്നു. പാട്രിയാർക്സ് ആൻഡ് പ്രോഫറ്റ്സ് എന്ന പുസ്തകത്തിൽ 36-ാമത്തെ പുറത്തിൽ ഇപ്രകാരം പറയുന്നു: Behold, the assembled inhabitants of heaven, the king declared that none but Christ, the only begotten of God, could fully enter into his purpose. സ്വർഗത്തിലുള്ള എല്ലാ നിവാസികളുടെ മുമ്പാകെ ഈ പ്രവചനത്തിൻ്റെ രാജാവ് ഉറക്കെ പ്രഖ്യാപിച്ചു, ക്രിസ്തു അല്ലാതെ, തൻ്റെ ഏകജാതനായ അല്ലാതെ അവൻ്റെ പദ്ധതികളിലും അവൻ്റെ തീരുമാനങ്ങളിലും മുഴുവനും പങ്കാളിയാകാൻ സാധിക്കില്ല. ആൻഡ് ടു ഹിം വാസ് കമ്മിറ്റഡ് ടു എക്സിക്യൂട്ട് ദ മൈറ്റി കൗൺസിൽ ഓഫ് ഹിസ് വിൽ. അവനോടാണ് നിത്യനായ ദൈവത്തിൻ്റെ എല്ലാ ഹിതവും ഇതെല്ലാം നടപ്പിൽ വരുത്താൻ അധികാരമുള്ളത്. The Son of God has wrought the Father's will in the creation of all hosts of heaven, and to him as well as to God their homage and allegiance were due. പിതാവ് ദൈവത്തിനും പുത്രനോടും മുഴുവൻ എല്ലാം അവനാൽ സൃഷ്ടിച്ചത്, ഇവർ രണ്ടും കൂടി സൃഷ്ടിച്ചതായതുകൊണ്ട് മുഴുവൻ പേരും അവന് ആരാധനയും ബഹുമാനവും കൊടുക്കേണ്ടതാകുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൽ എന്താകും? ദൈവത്തിന് കരുതലുണ്ട്, ദൈവത്തിന് അരുളപ്പാടുകളുണ്ട്, ദൈവത്തിന് ഹിതമുണ്ട്, ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്നതുണ്ട്. ദൈവത്തിനല്ലാതെ ആർക്കാണ് അവസാനം ആരംഭത്തിൽ തന്നെ പറയാൻ സാധിക്കുന്നു? ഇവിടെ ക്രിസ്തുവിന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് പാട്രിയാർക്സ് ആൻഡ് പ്രോഫറ്റ്സിൽ പറയുന്നത്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിശബ്ദത ഉണ്ടായത്. ആർക്കും അത് തുറന്ന് വായിക്കാൻ സാധിച്ചില്ല. ഈ സീൽസ് ആർക്കും വായിക്കാൻ സാധിക്കും. ഇത് തുറക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഈ സീലുകളാണെങ്കിൽ അത് ഓരോന്നായിട്ടും തുറക്കേണ്ടത്. ഓരോന്ന് സീൽ നമ്മൾ തുറക്കുമ്പോൾ ഈ സ്ക്രോൾ ആകുമ്പോൾ ഓരോന്നൊക്കെ വലിപ്പിട്ട് വരും. എല്ലാ സീലുകളും തുറക്കുമ്പോൾ മുഴുവനുമായിട്ടും ആ പുസ്തകം വായിക്കുവാനും ദൈവത്തിൻ്റെ സാമ്രാജ്യം എപ്രകാരമാണെന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഇവിടെ ഫോസൽസിന്റെ കമന്ററി എന്ന് പറയുന്നത് അവിടെ പറയുന്നത് വോളിയം 6 പേജ് 674. ഓക്കെ, അവിടെ പറയുന്നത് ദി ഓപ്പണിംഗ് ഓഫ് ദി സീൽസ് മീൻസ് സക്സസീവ് സ്റ്റെപ്പ്. ഓരോ ഇത് ദൈവത്തിന്റെ മുദ്രകൾ 7 മുദ്രകൾ തുറക്കുന്നതെന്ന് പറയുന്നത് അത് ഓരോന്നായിട്ട് നടക്കേണ്ടതാണ്, ഒന്നിന്റെ പിന്നാലെ ഒന്ന്. ബൈ വിച്ച് ഗോഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ദൈവം ക്ലിയർസ് ദ വേ ഫോർ ദ ഫൈനൽ റീഡിംഗ് ഓഫ് ദി ബുക്ക് അറ്റ് ദ വിസിബിൾ സെറ്റിംഗ് അപ്പ് ഓഫ് ദ ക്രൈസ്റ്റ് കിങ്ഡം. അത് എല്ലാ തടസ്സങ്ങളും നീക്കി അവസാനമായി ആ പുസ്തകം മുഴുവനും വായിക്കാൻ സാധിക്കും. എപ്പോൾ? ഈ ഭൂമിയിൽ അവൻ്റെ സാമ്രാജ്യം, അവൻ്റെ കിങ്ഡം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും. വാവ്, എത്രത്തോളം ആഴമാണ് ഈ 5-ാം അധ്യായം. അതിന് 3-ാം വാക്യത്തിൽ കടക്കുമ്പോൾ പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിയുടെ കീഴിലും ആർക്കും കഴിഞ്ഞില്ല. അപ്പൊ എന്താണ്? തുറക്കാൻ മാത്രമേ, ഒന്ന് തുറക്കാനോ നോക്കുവാനോ ആരും സാധിക്കില്ല. എവിടെയൊക്കെ സാധിക്കത്തില്ല? സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിയുടെ കീഴിലും. എന്തുകൊണ്ടാണ്? റോമർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 10 മുതൽ 12. എന്തുകൊണ്ടാണ് സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിയുടെ കീഴിൽ ആർക്കും തുറക്കാനും നോക്കാനും സാധിക്കാത്തത്? റോമർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 10 മുതൽ 12. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവൻ ഇല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരേപോലെ കൊള്ളുരാത്തവർ ആയിത്തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ല. അപ്പോൾ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. അതുകൊണ്ട് ആർക്കും ഇത് വായിച്ചു തീർക്കാൻ ആരും യോഗ്യർ അല്ലായിരുന്നു. എന്തുകൊണ്ട് ഇപ്രകാരം ഒരു പ്രയോഗം? ഇൻ ഹെവൻ ഓർ നോർ ഇൻ എർത്ത് നോർ അണ്ടർ ദി എർത്ത്, സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിയുടെ കീഴിലോ. ഇത് യഹൂദന്മാർ പലയിടത്തും ഉപയോഗിക്കുന്നതാണ്. ഇത് വായിക്കാൻ സമയമില്ല. പുറപ്പാട് 24, അതേപോലെ ഫിലിപ്പിയർ 2:10. ഇത് മുഴുവൻ ലോകത്തെയും കാണിക്കുന്നു. അപ്പോൾ ഇത് മുഴുവൻ ലോകത്തിനും വേണ്ടിയും കൂടി ഉള്ള ഒരു പുസ്തകമാണ് എന്നും കൂടി ഇതിന് ഒരു അർത്ഥം വരുന്നു. എന്തുകൊണ്ട്? ക്രിസ്തുവിനല്ലാതെ വേറെ ഒരു വ്യക്തിക്കും ഇത് തുറന്നു വായിക്കാൻ സാധിച്ചില്ല. അത്യാവശ്യം ആരും യോഗ്യനല്ല, ആരും നീതിമാനല്ല. ഇനി കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് കടക്കാൻ പറയാം.
പ്രാർത്ഥനയോടെ ഇരിക്കുക. എന്തുകൊണ്ട്? ക്രിസ്തുവിനല്ലാതെ വേറെ ആർക്കും സാധിച്ചില്ല. മാനുസ്ക്രിപ്റ്റ് റേസസ് എന്ന പുസ്തകത്തിൽ 33 അതിൻ്റെ 1895 ഇപ്രകാരം പറയുന്നു: Man has not been made a sin bearer, and he will never know the horror of the curse of sin with the Savior born. ഇതാണ് അത്രത്തോളമാണ്. ശ്രദ്ധിച്ച് കേൾക്കണമേ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പാപത്തെ വഹിക്കുന്ന ഒരു സൃഷ്ടിയായിട്ടല്ല. അതുകൊണ്ട് മനുഷ്യരാശി മുഴുവനും ഒരിക്കലും കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിൻ്റെ പാപം ചുമന്നപ്പോൾ, ആ പാനപാത്രം ചുമന്നപ്പോൾ അതിൻ്റെ ഭീകരത, അതിൻ്റെ ദുഃഖം, അതിൻ്റെ വേദന ഒരിക്കലും മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നോ സോറോ ക്യാൻ ബെയർ എനി കമ്പാരിസൺ വിത്ത് ദ സോറോ ഓഫ് ഹിം അപ്പോൺ ഹൂം ദ റാത്ത് ഓഫ് ഗോഡ് ഫെൽ വിത്ത് ദ ഓവർവെൽമിങ് ഫോഴ്സ്. ഒരു ദുഃഖത്തിനും ഈ ദുഃഖവുമായിട്ട് നമുക്ക് ഒന്ന് താരതമ്യം പോലും ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ തൊട്ടടുത്ത് പോലും നിൽക്കാൻ സാധിക്കില്ല എന്ന് പറയണം. എന്ത് ദുഃഖമാണ്? ദൈവത്തിൻ്റെ ക്രോധം വീണ ദുഃഖം. എനിക്കിവിടെ വെളിപ്പാട് പ്രവചനം 14 ത്രിവിധ ദൂതം 3ാമത് ദൂതത്തെ ബന്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, പക്ഷെ സമയമില്ല. ചുരുങ്ങിയ വാക്കിൽ അത് നമ്മൾ വെളിപ്പാട് പ്രവചനം 14 3ാം ദൂത് പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കും. മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവരും ദൈവത്തിന് ക്രോധം കുടിക്കേണ്ടി വരും. പക്ഷേ ആ ദൈവത്തിൻ്റെ ക്രോധം മുഴുവനും കുടിച്ച് തീർത്തത് നമ്മുടെ രക്ഷകനായ കർത്താവ് യേശു നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മളെ സൃഷ്ടിച്ചത് ഈ പാപം വഹിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് നമുക്കത് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ നമ്മൾ അത് വ്യക്തമായിട്ട് കാണുന്നു. ക്രിസ്തു അത് സഹിച്ചു. അത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഹ്യൂമൻ നേച്ചർ ക്യാൻ എൻജോർ ബട്ട് എ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ടെസ്റ്റ് ആൻഡ് ട്രൈ. നമ്മുടെ മനുഷ്യവർഗത്തിന്, മനുഷ്യപ്രകൃതത്തിന് ഒരു നിശ്ചിത തരത്തിലുള്ള പരീക്ഷണവും കഷ്ടപ്പാടും മാത്രമേ സഹിക്കാൻ സാധിക്കുകയുള്ളൂ. ദ ഫൈനൈറ്റ് ക്യാൻ ഓൺലി എൻജോയ് ദ ഫൈനൈറ്റ് മെഷർ. പരിമിതിയുള്ള സൃഷ്ടികൾക്ക് പരിമിതമായ കഷ്ടപ്പാടുകളെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ഹ്യൂമൻ നേച്ചർ സക്കംസ്. മനുഷ്യരാശി ഇത് അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നു, അവർ നശിച്ചു പോകുന്നു. ബട്ട് ദി നേച്ചർ ഓഫ് ദി ക്രൈസ്റ്റ് ഹാഡ് എ ഗ്രേറ്റർ കപ്പാസിറ്റി ഫോർ സഫറിങ്. ക്രിസ്തുവിൻ്റെ പ്രകൃതത്തിന് ഈ കഷ്ടപ്പാട് സഹിക്കാനുള്ള കൂടുതലുള്ള ആർജവം ഉണ്ടായിരുന്നു. For the human existed in the divine nature and created a capacity for suffering to endure that which resulted from the sin of the lost world. കാരണം ക്രിസ്തു ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ ദിവ്യത്വവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പാപത്തെ മുഴുവനും വഹിക്കാൻ, ഈ പാപം നിറഞ്ഞ ലോകത്തിൻ്റെ അനന്തരഫലവും ശിക്ഷയും വഹിക്കാൻ ഉള്ള കെൽപ്പ് ക്രിസ്തുവിന് ഉണ്ടായിരുന്നു. The agony which Christ endured broadens, deepens and gives us a more extended conception of the character of the sin. ഞാൻ നേരത്തെ പറഞ്ഞു, വെളിപ്പാട് 5 നമ്മൾ കൂടുതൽ പഠിക്കാൻ പ്രാധാന്യമർഹിക്കുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? ക്രിസ്തു അനുഭവിച്ച കഷ്ടപ്പാടുകൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിൽ നമ്മൾ അറിവ് വിസ്തീർണമാകുമ്പോൾ, ആഴത്തിലാകുമ്പോൾ ഇത് പാപത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം നമ്മൾ മനസ്സിലാക്കും. ആൻഡ് ദ ക്യാരക്ടർ ഓഫ് റെട്രിബ്യൂഷൻ വിച്ച് ഗോഡ് വിൽ ബ്രിങ് അപ്പോൺ ദോസ് ഹു കണ്ടിന്യൂസ്. അതേപോലെ പാപത്തിൽ തുടർന്നു പോകുന്ന മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ നിലപാടും നമുക്ക് വ്യക്തമാക്കുന്നു. ഞാൻ അതാണ് ആദ്യം ഈ 5ാം അധ്യായം പഠിക്കുന്ന ആദ്യം, അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞപ്പോൾ ഇത് നമ്മൾ കൂടുതൽ പഠിക്കണം. ഇത് എന്ത് ചെയ്യും? കാരണം ഇത് പഠിക്കാത്തത് കൊണ്ട് ഭൂമിയിൽ എന്ത് വരും എന്നവർക്ക് അറിയത്തില്ല. കാരണം അവരുടെ മനസ്സ് എന്താണ്, പാപം എന്താകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണ ചിത്രമില്ല. കാരണം അവർ ക്രിസ്തുവിലേക്ക് അവർ നോക്കിയില്ല. ക്രിസ്തുവിൽ അവർ നോക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ ഈ അനുഭവം മനസ്സിലാക്കുമ്പോൾ പാപത്തിൻ്റെ അനന്തരഫലം നമ്മൾ മനസ്സിലാക്കും. പാപത്തിൽ കൂടി മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അവർ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ വന്നാണ് അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നമ്മൾ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് സഹോദരൻ എലിജബത്ത് വരുന്ന ഓരോ ദിവസവും ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറുകൾ നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും വേണമെന്ന്. അപ്പോൾ മാത്രം പാപത്തിൻ്റെ അനന്തര ഫലം നമുക്ക് കാണാൻ സാധിക്കണം. അതുകൊണ്ടാണ് ദൈവം ഇത്രത്തോളം ശക്തമായിട്ടുള്ള നിലപാടുകൾ പാപത്തിനെതിരെ എടുക്കുന്നത്. ക്രിസ്തു അത്രത്തോളം കഷ്ടപ്പാട് സഹിച്ചു. ഈ കഷ്ടപ്പാട് ഒരു മനുഷ്യന് സഹിക്കത്തില്ല. അതാണ് പാപത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം. അത്രത്തോളം ഭീകരമാകും. നമ്മൾ പലപ്പോഴും പാപം അതിൻ്റെ ഭീകരതയിൽ നമ്മൾ കാണുന്നില്ല. പിശാച് എന്ത് ചെയ്യുന്നു?
എല്ലാം സുന്ദരമാക്കുന്നു. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, മിന്നുന്നതെല്ലാം പോലും, പക്ഷെ പാപം എപ്പോഴും മിന്നിക്കൊണ്ടിരിക്കും. അത് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നും, പക്ഷേ അതിലുള്ളത് ക്രിസ്തു അനുഭവിച്ചു തീർത്താണ്. നമ്മൾ പാപത്തെ നമ്മൾ ഉപേക്ഷിക്കണമെങ്കിൽ ആ പാപം ക്രിസ്തുവിൽ എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കണം. ഈ 5-ാം അധ്യായം അത് നമ്മളെ സഹായിക്കുകയാണ്. അതുകൊണ്ടാണ് എലിജബത്ത് പറഞ്ഞത് 5-ാം അധ്യായം നമ്മൾ കൂടുതൽ മനസ്സിലാക്കണമെന്ന്. അത് തുടർന്ന് പറയുന്നത്, വേജസ് ഓഫ് സിൻ ഇസ് ഡെത്ത് ബട്ട് ദി ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഇസ് എറ്റർണൽ ലൈഫ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ടു ദി റിപ്പന്റിംഗ് ബിലീവിംഗ് സിന്നേഴ്സ്. പാപത്തിന്റെ അനന്തരഫലം എന്ന മരണമാണ്, പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കോ നിത്യ ജീവൻ ആകുന്നു. എന്തുകൊണ്ട്? ഇതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് യോഹന്നാൻ കരഞ്ഞു? മാനുസ്ക്രിപ്റ്റ് റിലീസസ് വോളിയം 12 ഇപ്രകാരം പറയുന്നു, The vision as presented to John made its impression upon his mind. ഈ ദർശനം യോഹന്നാൻ ലഭിച്ചപ്പോൾ അവന്റെ മനസ്സിൽ ഈ ദൂത് എഴുതി. The destiny of every nation was contained in that book. എല്ലാ ദേശത്തിന്റെയും ഭാവി എന്താകുമെന്ന് ആ പുസ്തകത്തിലുണ്ടായിരുന്നു. John was so distressed as the utter inability of any human being or angelic intelligence to read the words or even to look thereon. യോഹന്നാൻ വളരെയധികം വിഷമിച്ചു. കാരണം ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ ഭൂമിയുടെ കീഴിലുള്ള ആർക്കോ, മനുഷ്യനോ ദൂതന്മാർക്കോ അത് വായിക്കാനോ അത് നോക്കുവാനോ സാധിക്കാത്തതുകൊണ്ട്. His soul was wrought up to such a point of agony and suspense. അത്രത്തോളം ദുഃഖവും വ്യാകുലനുമായിരുന്നു. അപ്പോഴാകുന്നു ഒരു ശക്തനായൊരു ദൂതൻ അവൻ്റെ തോളിൽ കൈവച്ചത്. യോഹന്നാൻ അന്ന് മനസ്സിലായി പാപത്തിൻ്റെ അനന്തരഫലം, അതിൻ്റെ ഭീകരത എന്താകുമെന്ന്. യോഹന്നാൻ അത് മനസ്സിലാക്കിയപ്പോൾ യോഹന്നാൻ അത്രത്തോളം കരഞ്ഞു. കാരണം യോഹന്നാൻ ആ സമയത്ത് കരഞ്ഞത് ക്രിസ്തു തൻ്റെ പാപത്തിന് വേണ്ടി ഇത്രത്തോളം കഷ്ടം അനുഭവിച്ചല്ലോ. പക്ഷേ ഈ രക്ഷ അതിൻ്റെ വിലയ്ക്ക് നമ്മൾ കാണുന്നില്ല. ദൈവം തന്നെ ഈ രക്ഷ, അതുകൊണ്ട് ഈ ഇത്ര വലിയ രക്ഷ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ നമുക്ക് എങ്ങനെ നാശത്തെ തെറ്റി ഒഴിയാം. കാരണം ഈ രക്ഷ അത്രത്തോളം വലുതാകും. നമ്മൾ ഈ രക്ഷയുടെ പലരും ഈ രക്ഷയുടെ മൂല്യം, വാല്യൂ കാണും. കാരണം ക്രിസ്തു അനുഭവിച്ച അത്രത്തോളമാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാം. നമുക്ക് ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. ഈ പാപത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, അതിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താകും? ക്രിസ്തു അതിൻ്റെ പുറമോടി മാറ്റിത്തരും. ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ചത് അവൻ നമുക്ക് തുറന്ന് കാട്ടിത്തരും. നമ്മുടെ പ്രാർത്ഥനയുടെ സമയത്ത്, നമ്മൾ അവന് വേണ്ടി സമയം ചെലവിടുന്ന സമയത്ത് ഇത് നമ്മൾ മനസ്സിലാക്കിയ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാപം ഇനി ചെയ്യുകയില്ല. അറിഞ്ഞുകൊണ്ട് നമ്മൾ പാപം ചെയ്യുകയില്ല. ക്രിസ്തുവിനെ അവൻ പോകുന്നിടത്തുള്ള എല്ലാം നമ്മൾ അനുഗമിക്കും. വെളിപ്പാട് പ്രവചനം 5-ാം അധ്യായം ഇത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. ആ പുസ്തകം തുറക്കാൻ യോഗ്യനായത് കർത്താവ് യേശു ക്രിസ്തുവാണ്. കാരണം അത് മനുഷ്യരാശിയെക്കുറിച്ച് പറയുന്നു, അവരുടെ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നു, അവരുടെ അവസാനത്തെക്കുറിച്ച് പറയുന്നു. ഈ മനുഷ്യരാശിയുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ക്രിസ്തു ഈ മനുഷ്യരാശി അനുഭവിക്കേണ്ട ദൈവത്തിൻ്റെ ക്രോധം മുഴുവൻ ഒരിക്കലും ഒരു വാക്കുകളാലും വർണ്ണിക്കാൻ പറ്റുന്ന ക്രോധം വഹിച്ച ക്രിസ്തുവിന് മാത്രമാണ് ഈ പുസ്തകം തുറക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് കാണിക്കുന്നത് ഈ പുസ്തകം എന്താണെന്നും ആധാരമാകുന്നു. എന്തിൻ്റെ ആധാരം? ഒരു ക്രയവിക്രയത്തിൻ്റെ ആധാരം. എന്താണ് ആ ക്രയവിക്രയം? നമ്മളെ അവൻ്റെ രക്തത്താൽ വിലയ്ക്കുവാൻ. അത് ആ പുസ്തകം അവന് വായിക്കാൻ പറ്റുന്ന ആ രക്തത്തിന് മൂല്യം കൊണ്ടാണ്. കാരണം അതൊരു ആധാരമാണ്. അവൻ സ്വന്തം രക്തം കൊടുത്ത് അവൻ ആധാരം വാങ്ങി. ആ രക്തം കൊടുക്കുന്നത് അത്രത്തോളം കഷ്ടപ്പാട് സഹിച്ചാണ്. ഇപ്പോൾ വെളിപ്പാട് 5 നമ്മുടെ മനസ്സിൽ ഇപ്പോൾ കൂടുതൽ മഹത്വത്തോടെ ഇപ്പോൾ തെളിഞ്ഞു വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടികളെ വാർത്തിട്ട് പിതാവേ, ദൈവമേ, പാപത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം, അതിൻ്റെ യഥാർത്ഥ മുഖത്തെ അടിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു കാട്ടുന്നതിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു കാൽവരിയിൽ ഗെത്സമന തോട്ടത്തിൽ അനുഭവിച്ച ആ കഷ്ടപ്പാടുകൾ 3 തവണ ദൈവമേ ക്രിസ്തു പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കി കളയണമേ. ക്രിസ്തു അപ്രകാരം പ്രാർത്ഥിക്കേണ്ട ആ അവസ്ഥയിൽ എത്തിയത് ഇത് മൂലമാകുന്നു എന്ന് അടികൾ മനസ്സിലാക്കുവാൻ, നമ്മൾ അനുഭവിക്കേണ്ട ആ ദൈവക്രോധം ക്രിസ്തു അനുഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ, ഈ ഇത്ര വലിയ രക്ഷയെ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ നമുക്ക് നാശത്തെ ഒരിക്കലും തെറ്റി ഒഴിയാൻ സാധിക്കില്ല എന്ന തിരുവചനം അദ്ദേഹം ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് അടികളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അടികളെ സഹായിക്കണമെന്ന് ഞാൻ പഠിച്ച എല്ലാ കാര്യങ്ങളും സർവശക്തനായ യേശുനാമത്തിൽ തന്നെ. ആമേൻ.